പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മൾ നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിവേഗം സമയം കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നോമ്പിൻ്റെ അരൂപിയിലേക്ക് സാവധാനത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിച്ചു പോകുന്നു എന്നതിൽ നമുക്കൊട്ടും തന്നെ നമ്മളാരും പിന്നോട്ടല്ല. മാംസം വർജിക്കുക, മത്സ്യം വർജിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഉപവാസിരിക്കാൻ നമുക്ക് മടിയൊന്നുമില്ല. പക്ഷേ ആന്തരിക മനോഭാവമായിട്ടുള്ള മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കണം. അതുകൊണ്ടല്ല ഏശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം മുഴുവൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ചെവി തരില്ല, നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ തിരിഞ്ഞു നിൽക്കും, ദുഷ്ടതയുടെ കെട്ടുകളഴിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ബലിയല്ല കരുണയാണെന്ന് പറയുന്ന ആന്തരിക മനോഭാവത്തിലേക്ക് പ്രവേശിക്കാനാണ് നോമ്പ് കാലത്ത് നമുക്ക് കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് നമുക്ക് ഹൃദയം നമ്മുടെ പാവങ്ങളിലേക്ക് തിരിയാൻ, വേദനിക്കുന്നവരിലേക്ക് തിരിയാൻ, എന്തുമാത്രം ദുഃഖിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് തിരിയാൻ വേണ്ടിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നോമ്പ് അന്വർത്ഥമായി. അതില്ല എങ്കിൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ കാരാഗ്രഹം നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ വസ്ത്രമില്ല നഗ്നനായത് എനിക്ക് എന്നെ ഉടുക്കാൻ തന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന കർത്താവാണെന്ന് ഇന്നും എപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് ഈശോയാണെന്നുള്ള അതല്ലേ മദർ തെരേസയെ നയിച്ചത്. മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നവരൊക്കെ മദർ തെരേസയൊക്കെ എന്തോ സാമ്രാജ്യശക്തി വളർത്താൻ വേണ്ടി മനഃപൂർവ്വം ബോധപൂർവം അല്ലെങ്കിൽ നിർബന്ധി മതപരിവർത്തനം നടത്തിയതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്വവും എന്തൊരു കഷ്ടം ആണ് ഈ പറഞ്ഞു വിടുന്നത്. ഈ അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ അമ്മ ഈ പാവപ്പെട്ട കുഷ്ഠരോഗികളുടെയും മരുവീരി കിടക്കുന്ന ഓടയിൽ കിടക്കുന്ന പാവങ്ങളെ നെഞ്ചത്തോട് ചേർത്തുകൊണ്ട് അവരിൽ ഈശോ മിശിഹായെ കണ്ടു. അവിടെയാണ് ആ ജീവിതത്തിൻ്റെ മഹിമ അടങ്ങിയിരിക്കും. ഇത് മനസ്സിലാകില്ലല്ലോ മറ്റുള്ളവർക്ക്. മതപരിവർത്തന നിരോധന നിയമം കൊണ്ട് നടക്കുന്നവർക്ക് ഇതിനൊന്നും രഹസ്യം മനസ്സിലാകില്ല. പക്ഷേ മനസ്സിലാകുന്നവരുണ്ട്. അവരിൽ ചിലരെ കർത്താവ് സ്പർശിച്ചു കഴിഞ്ഞാൽ കൃത്യം തിരിച്ചു വരുന്നവർ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നോമ്പ് കാലത്ത് കിടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണെങ്കിൽ, ഇന്നത്തെ ചിന്തകളിലും 4 പ്രധാന വചനഭാഗങ്ങൾ. ആദ്യത്തേത് അബ്രഹാം ലോകത്തുമായിട്ടുള്ള ഇടപെടലിലൂടെ അബ്രഹാം തൻ്റെ ഹൃദയത്തിന് വിശാലത എടുത്ത് കാണിക്കുന്നതാണ്. അതേസമയത്ത് അതിഭയങ്കരമായ അത്യാർത്തിയും ആക്രാന്തവും ഉണ്ടാകുന്ന ലോത്ത് ചെന്ന് ചാടുന്ന അപകടം, സൊദോം ഗൊമോറ. രണ്ടാമത്തെ വരുമ്പോൾ പണം എങ്ങനെ വിനിയോഗിക്കുന്ന പ്രഭാഷകൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് രണ്ടാമത്തെ വചനഭാഗത്ത് വരുന്നത്. മൂന്നാമത്തെ ദ്രവ്യാഗ്രഹമാണ് സർവമൂല പാപം എന്ന് പറയുന്ന വളരെ തിമോത്തിക്ക് ലേഖനത്തിലൊക്കെ കൃത്യമായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഭാവം. CJ റോയിയുടെ ഒക്കെ കഥകൾ നമ്മുടെ ഉള്ളിലുണ്ട്. CJ റോയി മാത്രമൊന്നുമല്ല, നമ്മളിലെല്ലാം ഈ പ്രവണത കിടപ്പുണ്ട്. പണത്തിലുള്ള ആഗ്രഹം തന്നെയല്ല, വലിയ ഭയങ്കര ആർഭാടപൂർണ്ണമായി ജീവിക്കുന്നതിലൂടെയാണ് തൃപ്തി കിട്ടുന്നൊരു ചിന്ത. എന്ത് തൃപ്തിയായി കിട്ടുന്നത്? 1.25 ലക്ഷം രൂപ വാടക കൊടുത്തുകൊണ്ട്, ഒരു ദിവസം 1.5 ലക്ഷം രൂപ വാടക കൊടുത്തുകൊണ്ട് താമസിക്കുന്ന വമ്പൻ കൊട്ടാരം, സ്വന്തം കൊട്ടാരം മാറ്റിയിട്ട് അത് നിർവഹിക്കാനായിട്ട് അതിന് ചിലവാക്കാൻ പണമില്ല, ഫണ്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ഫ്ലോ നിന്ന് പോയതുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെന്ന് ചാടുന്ന കുഴി എന്ന് പറയുന്നത് നമുക്കതിന് ചിന്തിക്കാം. ഒരു വിഡ്ഢിത്വം നമ്മൾ കാണിക്കും. അതിൻ്റെ അവസാനത്തുള്ള സഖായിയുടെ സംഭവം നമ്മൾ കടന്നു വരിക. അപ്പോൾ ഇതാണ് നമുക്ക് വാസ്തവത്തിൽ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് വരുന്ന വളരെ മനോഹരമായ ചിന്തകളാണ്. നമുക്ക് എല്ലാവർക്കും പിന്നെ നോമ്പ് കാലത്ത് ദൈവം തന്നെ നൽകിയിട്ടുള്ള നമ്മുടെ ആത്മാവിൻ്റെ ആ വിളി അനുസരിച്ചുള്ള വചനധ്യാനം നമ്മുടെ സ്വന്തമായ രീതിയിൽ നടത്താൻ നമുക്ക് കഴിയണം. നമ്മളെ നയിക്കേണ്ടത് വചനമാണ്. നമ്മുടെ ചിന്തകളെ നയിക്കേണ്ടത് വചനമാണ്. നമ്മുടെ ഹൃദയത്തെ നയിക്കേണ്ട വചനമാണ്. അതുകൊണ്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ യാത്രയ്ക്ക് ലക്ഷ്യം വയ്ക്കുന്ന വചനമാണ്. ഒരടി മുൻപോട്ട് വെക്കുന്നെങ്കിൽ വചനത്തെ നോക്കി വേണം വയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് നിരാശയുണ്ടാകില്ല, വിഷാദമുണ്ടാകില്ല, ആശാഭംഗം ഉണ്ടാകില്ല, ആത്മഹത്യ ഭ്രമം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതമാണ് മറ്റുള്ളവർക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നത്. നമ്മൾ എന്തിനാണ് ഈ ഭൂമി ജീവിക്കുന്നത്? ഈ വചനം നമ്മുടെ ഉള്ളിൽ തന്നിട്ട് കർത്താവ് നമ്മളെ വിട്ടിട്ട് ഇത് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ മനുഷ്യന് കൊടുക്കേണ്ട പ്രകാശം കൊടുക്കേണ്ടതല്ലേ? അന്ധകാരത്തിൽ ഉഴലുന്ന, ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യജീവിതങ്ങൾക്ക് പ്രകാശം കാണിക്കാൻ വേണ്ടി പ്രകാശത്തിൻ്റെ കൈത്തിരി നമ്മൾ തെളിച്ച് കത്തിച്ച് വിട്ടിട്ട് നമ്മൾ അത് ഊതിക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പറയൻ കീഴിൽ വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? അത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അബ്രഹാമിനെ ലോത്തിനെ കഥ കളി കൃത്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അബ്രഹാം ഈജിപ്തിൽ തിരിച്ചു വന്നു. ഈജിപ്തിൽ വെച്ച് അദ്ദേഹം വളരെ സമ്പന്നനായി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേർക്കും സമ്പന്നനായി. കൂടാരങ്ങളുണ്ട്. കൂടാരങ്ങൾ എന്ന് പറഞ്ഞാൽ വേലക്കാർക്ക് അവർക്ക് കിട്ടുന്ന കൃത്യമായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അലോഹ്യമായി. എവിടെ പണം കുമിഞ്ഞു കൂടുന്നോ അവിടെ ഭയങ്കരമായ അസ്വാരസ്യമുണ്ടാകും എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണിത്.
ആരാണ് ഈ ലോത്ത്? തൻ്റെ സഹോദരൻ്റെ പുത്രനാണ്. തൻ്റെ സഹോദരൻ്റെ സഹോദരനെ പോലെ പരിഗണിക്കുക അബ്രഹാം. അബ്രഹാമിൻ്റെ മഹാത്മ്യം എന്ന് പറയും. ഇവിടെ കലഹം ഉണ്ടാക്കി അദ്ദേഹം വിളിച്ച് പറഞ്ഞു, മക്കളെ, അല്ലെങ്കിൽ ലോത്തിനെ വിളിച്ച് പറയാൻ, നമ്മൾ തമ്മിൽ കലഹങ്ങൾ, നമ്മുടെ ഭൃത്യന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാവരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അവിടെ. നമ്മൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. ആലോചിക്കുക, ക്രിസ്തീയ ഭവനങ്ങളിൽ നടമാടുന്നത് എന്തൊക്കെയാണ് എന്ന്. ഈ സഹോദര ബന്ധത്തിൻ്റെ ഭംഗി എവിടെയാണ് കിടക്കുന്നത്? ഇപ്പം കരുത്തുറ്റ 2 സഹോദരന്മാരുള്ളതിൽ ഒരുത്തൻ ബലഹീനാണെങ്കിലും ആ കരുത്തുറ്റവൻ വലിയ സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മിടുക്കനായി, മേലാളനായി, അവനെ മാത്രം അപ്പനെ അമ്മയും പരിഗണിച്ച് മറ്റുള്ളവനെ തഴഞ്ഞാലോ, അവനൊന്നുമില്ലാത്തവനെ, കഴിവില്ലാത്തവനായിട്ട് ഇവിടെ അവനെ പുറത്താക്കിയാലോ എന്ത് കഷ്ടമാണ് ദൈവം ചോദിക്കും. അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിയേണ്ട ഒരു കാര്യമായത്. നീതിബോധത്തോടുകൂടി പെരുമാറാൻ മാതാപിതാക്കൾ കഴിയണം. മക്കളെ ഒരുപോലെ പരിഗണിക്കാൻ കഴിയണം. അവരുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ മാനദണ്ഡം വെച്ചല്ല അവരെ പരിഗണിക്കേണ്ടത്, മക്കൾ എന്ന നിലയിലാണ്. പിന്നെയും ദുർബലരോടാണ് കൂടുതൽ അനുകമ്പ കാണിക്കേണ്ടത്. ദുർബലൻ്റെ കൂടെയാണ് നമ്മൾ കൂടുതൽ നിൽക്കേണ്ടത്. എന്ന് വിചാരിച്ച് മറ്റുള്ളവനെ തടയണമെന്നല്ല. സ്നേഹം പങ്കിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും അതിനകത്തൊരു നീതിബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ കലഹം ഉണ്ടാകാൻ പാടില്ല, കാരണം നമ്മൾ സഹോദരങ്ങളാണെന്നുള്ള ആദ്യത്തെ മനോഹരമായ പ്രമേയം. അത് എന്ത് പറഞ്ഞു? അതുകൊണ്ട് നീ നോക്ക്, ഈ ഭൂമി മുഴുവൻ നമ്മുടേതാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, അല്ല നിനക്ക് വലത്തായിട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം, എങ്ങോട്ട് പോകാൻ പൊക്കോളാം, ഇട്ടോളം എടുത്തോളാം. അത്ര ഹൃദയപൂർണ്ണമായ, വാസ്തവത്തിൽ മൂത്തയാളിനാണ് അവകാശം വീത എടുക്കാൻ, അതങ്ങോട്ട് വിട്ടുകൊടുക്കുക, നീ എടുത്തോളാൻ. പക്ഷേ അവനെടുത്തപ്പോൾ എന്താ നോക്കിയേ, അവൻ ജലസമ്പുഷ്ടമായ യോർദാൻ നദി തീരത്തുള്ള അന്നറിയപ്പെട്ടിരുന്ന ഫലസമൃദ്ധമായ സോദോം ഗോമോറ തിരഞ്ഞെടുത്തു. അവിടെ താമസിക്കുന്ന ദുഷ്ടന്മാരും പാപികളുമായിരുന്നു അപ്പോഴേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനതൊന്നുമല്ല നോട്ടം, മറ്റേ മരുഭൂമിയാണ്. മരുഭൂമിയുടെ പ്രദേശമാണ് പിന്നെ അബ്രഹാമിന് മിച്ചം കിടക്കുന്നത്. അവിടെ അതാ തിരഞ്ഞെടുത്ത് ആലോചിച്ച് നോക്കിയേ, ഈ 2 പേരും നമ്മൾ വ്യത്യാസം കണ്ടില്ലേ? അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ് പറയും. ഈ വചനത്തെ ഈ ഭാഗത്തില്ലെങ്കിൽ നമുക്കറിയാം, അവസാനം ഇവനെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവിടെ എവിടെയായിരുന്നു? ബഥേലിലാണ്. അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സഹലത്തോടും കൂടി ഈജിപ്തിൽ നിന്ന് നേരെ നെജബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാം ധാരാളം കന്നുകാലികളും സ്വന്തവും വെള്ളിയും. അവരുടെ അന്നത്തെ സമ്പത്തതാണ് ഏറ്റവും വലിയ സമ്പത്ത്, കന്നുകാലികളാണ് അന്നേ സംബന്ധിച്ചത്. അവന് നെജബിൽ നിന്ന് ബഥേൽ വരെയും, ബഥേലിനും ആയിക്കുമിടയ്ക്ക് ഉള്ള ഒരു അവിടെ ആയിക്കുമിടയ്ക്കുള്ള സ്ഥലത്ത് കൂടാരം അടിച്ചു. ആദ്യമായി ബലിപീഠം തുറന്നതും അവിടെ വെച്ചാണ്, അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. അവിടേക്ക് തന്നെ അബ്രഹാം കർത്താവിൻ്റെ നാമത്തിൽ തിരിച്ചു വന്ന് താവിൻ്റെ നാമം വിളി. അവിടെ അബ്രഹാമിനെ ചെയ്ത് കാണുന്ന പ്രത്യേകത ചിലതൊക്കെ ബലിപീഠം പണിയും. ദൈവാശ്രയ ബോധം നമ്മുടെ കുടുംബങ്ങളിൽ കാരണവന്മാർ പണ്ട് പഠിപ്പിച്ചെന്ന പ്രഭാതത്തിൽ എണീക്കുമ്പോൾ തമ്പുരാനെ വിളിക്കാനല്ലേ പഠിപ്പിച്ചേ. അമ്മമാർ പഠിപ്പിച്ചെന്താ? തൊട്ടടുത്തുള്ള ദേവാലയത്തിലേക്ക് പ്രഭാതത്തിൽ എണീറ്റ് പോയി കുർബാനയ്ക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വിടുതലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നത്? അയ്യോ, എൻ്റെ കൊച്ചിന് പഠിച്ച് രാത്രി ഇരുന്ന് ക്ഷീണമായിക്കും, എൻ്റെ മോന് കിടന്ന് ഉറങ്ങിക്കോട്ടെ, അയ്യോ അവൻ പഠിക്കാനുള്ളത്, അതുകൊണ്ട് അവൻ്റെ സമയം വെറുതെ കളയാൻ. ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുന്ന സമയം വെറുതെ കളയാനില്ലെന്ന് നമുക്ക് വന്നിരിക്കും. അധപ്പതനം എന്ത് ഭയങ്കരമാണ്. ഞാൻ ഓർക്കുകയാണ്, ചില ദേവാലയം ഇരുന്നപ്പോൾ കാണുകയുണ്ടായി, ഞങ്ങൾ ചില കുടുംബങ്ങളിലുണ്ട്, ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷയുടെ സമയത്തും കൃത്യമായിട്ട് വന്ന് ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ പാട്ടുപാടി പങ്കെടുത്തിട്ട് പോയതിന് ശേഷമാണ് പരീക്ഷയ്ക്ക് വന്നിരുന്നത്. ഞാൻ വിളിച്ച് ചോദിച്ചു, മോളെ അതേ പരീക്ഷയല്ലേ നിനക്ക്, ഈ ദിനങ്ങളിൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ട? ഇല്ല ചാ, ഞാൻ കുർബാന കാണാതെ ഇടപാടൊന്നുമില്ല. അവൾ അവിടെ ഫസ്റ്റ് റാങ്ക് പാസ്സായി. മാതാപിതാക്കൾ അറിയേണ്ടതല്ലേ ഈ രഹസ്യം? ദൈവത്തോടും ദൈവകാര്യങ്ങളും ചേർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നാൽ എത്ര ഭംഗിയായിട്ട് അവർ പോവുകയില്ല. അപ്പോൾ ആ പഴയ പാരമ്പര്യത്തെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയിരുന്ന പഴയ പാരമ്പര്യത്തെ ഇന്ന് തിരക്കിൻ്റെ പേരിലോ പരിഷ്കാരത്തിൻ്റെ പേരിലോ ഒക്കെ തട്ടിമുട്ടി കളഞ്ഞാൽ അപകടമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ബഥേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബഥേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ് ഗോപണികളുടെ സ്ഥലമല്ലേ ബഥേൽ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഭവന വാക്കിനർത്ഥം. അപ്പം അങ്ങോട്ട് തിരിച്ചു ചെന്നും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു ആ ദേശത്ത്. എന്നിട്ട് പറഞ്ഞു തന്നെ അബ്രഹാം, നമുക്ക് 2 കൂട്ടം കൂടെ താമസിക്കണം, ഈ ദേശം അറിയാവുകയില്ല. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിരിയാം, നീ അങ്ങോട്ട് പോ, വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ പോകാൻ പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ യോർദാൻ്റെ സമുദ്രം
അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. ഇവിടെ മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരു കുടുംബത്തിൻ്റെ മുതിർന്നയാളിൽ നാം കാണുകയാണ്. ഇതിങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സ്വത്ത് വിഭജിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ എന്ത് സമീപനമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള മാതാപിതാക്കളെ സംബന്ധം ചെലുത്തി പലപ്പോഴും ബന്ധപ്പെട്ട ഏതെങ്കിലും മറ്റു കുടുംബത്തിൽ ഒരാളും കൂടെ കൂടി ഇരുന്നായിരിക്കും സ്വത്ത് പങ്കുവയ്ക്കുന്നത്. എന്നാലും അവിടെയുള്ള മനോഭാവം എന്താ? നല്ല കുടുംബങ്ങളിൽ നല്ല മക്കൾ ചിലപ്പോൾ ഇങ്ങനെ വാക്കുതർക്കം ഉണ്ടാകുമ്പം നേരിട്ട് അപ്പനോട് പറയാറുണ്ട്, എനിക്ക് അപ്പൻ ഇഷ്ടമുള്ളത് തന്നാൽ മതി, പക്ഷേ എനിക്ക് അപ്പൻ്റെ ആശീർവാദം വേണം, എനിക്ക് അപ്പൻ്റെ അമ്മയുടെ ആശീർവാദം അതാണ് എനിക്ക് വലുത് എന്ന് പറയുന്ന ആ മക്കൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കുതിച്ചുയർന്ന് വളരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് അനുഭവത്തിൽ തന്നെ പറയുക. ഇവിടുത്തെ വലിയൊരു സമ്പന്ന ഒരാൾ വളരെ കൃത്യമായിട്ട് ഇവിടെ മക്കൾ തമ്മിൽ വീതം വെച്ച് കഴിയുമ്പോൾ ഒരു മകൻ പറഞ്ഞത് അപ്പൻ ഇരുന്ന സ്ഥലമുണ്ടല്ലോ, ബിസിനസ്സുകാരനാണ്, അതിൻ്റെ മാത്രം എനിക്ക് ഞാൻ റോയൽറ്റി തന്നാൽ മതി, ആ ബില്ല് മാത്രം എനിക്ക് കിട്ടിയാൽ മതി, ആ മനസ്സുമായി കിട്ടിയാൽ മതി ചോദിച്ചു. എന്തായാലും ഇപ്പോൾ കുതിച്ചുയർന്ന് വലിയ വമ്പം മുതലാളിയായി പോവുകയും അതേസമയത്ത് ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നത് സ്വന്തമാക്കിയവനൊക്കെ നശിക്കുകയും ചെയ്തിട്ടുള്ള കഥകൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാതൃകാപരമായി അദ്ദേഹം വളരെ രണ്ടുപേരും സമ്പത്തുള്ളവരാണ്. എങ്കിൽ ആ സമ്പത്തുള്ളവർ തമ്മിലുള്ള അകൽച്ച വരുന്നത് അതല്ലേ? പരസ്പരം അകൽച്ച വരുന്നത് എങ്ങനെയാണ്? ആരാ മൂപ്പൻ, അല്ല മൂപ്പുള്ളത് ആരാണ്, ഏറ്റവും കഴിക്കുന്നത് ആരാണ്, കഴിവുള്ള ആരാ കൂടുതൽ സമ്പന്നൻ, കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന ആളും കൂടി ആ വിദ്യാർത്ഥികളാണ് എങ്കിൽ സ്നേഹം വറ്റി വരണ്ട് പോയില്ലേ? സ്നേഹം പോയി കഴിഞ്ഞാൽ എന്താ പിന്നെ മിച്ചം നിൽക്കുന്നത്? ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരാധനയാണ് അബ്രഹാമിന് മുഖ്യധർമ്മം, ബലിയർപ്പിച്ച് ആരാധന നടത്തുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് സഹോദര പുത്രനാണെന്ന് ഓർക്കാം, സഹോദരനെ പോലെ തന്നെ കരുതുകയാണ്. അപ്പോൾ ആ അവകാശം ഇളയവനെ എടുത്തു കൊടുത്തു. ഇപ്പം ലോത്ത് തന്നെ, അതായത് നോക്കിയേ, അവിടെ നിശ്ചയിച്ചത് ആരാണ്? ലോത്ത് തന്നെ നിശ്ചയിച്ചതാണ് ജലസമൃദ്ധമായ സ്ഥലമാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്കറിയാം. അതിൻ്റെ അവസാനം എന്നാ സംഭവിക്കാൻ പോകുന്നത്? പ്രത്യക്ഷത്തിൽ ലാഭം എന്ന് തോന്നുന്നത് പിന്നീട് അത് വലിയ നഷ്ടമായിട്ട് തീരും. ആരുടെയെങ്കിലും സ്വത്ത് തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇത് നാം പഠിക്കേണ്ട പാഠമാണ്. തട്ടിയെടുക്കപ്പെട്ട സ്വത്ത്, ചതിയിൽ സ്വന്തമാക്കിയ സ്വത്ത്, ഏതെങ്കിലും തരത്തിൽ അപ്പൻ അവസാനം കിടക്കയിൽ കിടങ്ങുമ്പോൾ അപ്പനെ എടുത്തുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി അപ്പൻ്റെ ആ വിരലിൻ്റെ പതിപ്പിച്ചിട്ടുണ്ട് തെറ്റായ കള്ളയാധാരം ഒപ്പിടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സ്വത്ത് നിലനിൽക്കുകയില്ല, അത് ഒഴുകിപ്പോകും. എത്ര കുടുംബങ്ങൾ ഇതുപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൻ വീതം വയ്ക്കുന്ന സമയത്ത് വീതം വെച്ച് കൊടുക്കേണ്ടതാണ്, അത് ചെയ്യാറില്ല. നല്ല പ്രായത്തിലും നല്ല ആരോഗ്യമുള്ളപ്പോഴും നല്ല ബുദ്ധി വളർന്ന് നിൽക്കുമ്പോഴും മക്കൾക്ക് വേണ്ടത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അപ്പന്മാർ എഴുതി വയ്ക്കേണ്ടതാണ്. അങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൻ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന അവസരത്തിൽ, ബോധവും പൂർവ്വമില്ലാത്ത അവസരത്തിൽ എടുത്തുകൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അപ്പൻ്റെ തള്ളവിരലിൻ്റെ ഇവിടെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് ആ മകൻ എഴുതിയ കള്ളയാധാരത്തെ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ തകർച്ചയാണ്. ഇത് ഒപ്പിടിപ്പിക്കുന്നതിന് ഓർത്തൊന്നും നിലനിൽക്കില്ല. നീ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമ്പത്ത് നിൻ്റെ മക്കൾ നശിപ്പിച്ച് കളയും. ധാർമ്മികതയില്ലാത്ത സമ്പത്ത് നിലനിൽക്കയില്ല എന്ന കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആദ്യത്തെ ഭാഗത്ത് വിചിന്തന ഭാഗം. എന്തുമാത്രം നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ ഘട്ടങ്ങളിൽ കുടുംബത്തെ പശ്ചാത്തലം വെച്ചുകൊണ്ട് മാനസാന്തരം നമുക്കുണ്ടാകണം, മാറ്റമുണ്ടാകണം. എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്? രമ്യപ്പെടാൻ വേണ്ടി. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന സഹോദരങ്ങൾ തമ്മിൽ രമ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു നോമ്പ് നോക്കുന്നേ? വെറുതെ ആരെ കാണിക്കാനാണ്? തമ്പുരാൻ ഇഷ്ടപ്പെടില്ല. ആ ഹൃദയങ്ങൾ തമ്മിൽ കൃത്യമായിട്ട് രമ്യപ്പെടാൻ വേണ്ടി സഹകാരണികളും സഹകരിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ ഒന്നിച്ച് വരേണ്ടത്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കുന്ന ഭിന്നതകളെ മാറ്റിയെടുക്കാനായിട്ട് ആദ്യം സൃഷ്ടിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ വായനയിലേക്ക് വരാൻ പ്രഭാഷകന്മാരുടെ പുസ്തകമാണ്. പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ 31 അധ്യായത്തിന് 1 പറയുന്നൊരു വാക്യം വളരെ രസകരമായ കാര്യം. വായിച്ചു നോക്കി. പ്രഭാഷകൻ അതേപോലെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. എന്താ പറയുന്നത്? ധനത്തിനുള്ള അതിശ്രദ്ധ ആരോഗ്യത്തെ നശിപ്പിക്കുകയും അതിനെക്കുറിച്ച് ഉത്കണ്ഠ ഉറക്കം ഇല്ലാണ്ടാക്കുകയും ചെയ്യും. സത്യമല്ലേ? അത് അമിതമായ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമുക്ക് ജീവിതത്തിൽ ചില വ്യവസായികൾ പരാതിയായിട്ട് വരുമ്പോൾ, ഞാനൊരിക്കലും ഒരു വ്യവസായിയോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഉറക്കമില്ല, ആവപ്പാടെ എല്ലാം വിഷമമാണ്, എല്ലാം പ്രശ്നമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് എന്നതാണ്, അതായത് എനിക്ക് രാത്രിയിൽ വന്നാൽ ഇതൊന്നും എല്ലാം കണക്കൊന്നും ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് തീർന്നു എൻ്റെ സ്വസ്ഥതയിലൊക്കെ ഉറക്കം വന്ന് താത്തുന്നതുകൊണ്ട് ഇതിനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്, വീട്ടിൽ വന്ന് കഴിയുമ്പോഴേ അലോഹ്യമാണ്. കാരണം ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും. അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല വ്യാപാരി, നല്ല സ്വഭാവമുള്ളവൻ, അവൻ എന്താ ചെയ്യുന്നത്?
അവൻ നേരെ വന്ന് കണക്കും പൊത്തമൊക്കെ എടുത്തുകൊണ്ട് ജോലിയില്ല കഴിഞ്ഞ് അങ്ങേ അറ്റം വരെ ഇരുന്ന് കട തുറന്ന് വെച്ചിട്ട് കച്ചവടം നടത്തിയിട്ട് അവസാനം ഈ കണക്ക് പൊത്തുമായിട്ട് വീട്ടിലോട്ട് വരും. ഇവിടെ മക്കൾ കാത്തിരിക്കുന്ന അപ്പൻ വരാനാ, ഭാര്യ കാത്തിരിക്കുന്ന ഭർത്താവ് വരാനാ. ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്യേണ്ട കാര്യം, നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അപ്പനായിട്ട് ചെല്ലണം, ഭർത്താവായിട്ട് ചെല്ലണം. നീ കണക്കം പിള്ളിയായിട്ടല്ല ചെല്ലേണ്ടി. അതുകൊണ്ട് കണക്കും കാര്യങ്ങളും നിൻ്റെ ഓഫീസിൽ വെച്ച് തീർത്തിട്ട് അവിടെ വെച്ച് പൂട്ടിയിട്ട് നീ അങ്ങോട്ട് ചെല്ലണമെന്ന് ആദ്യമേ പറഞ്ഞു കേൾക്കുന്ന ആളായിരുന്നു കേട്ടോ. രണ്ടാമത്തെ കാര്യം, നിനക്ക് അസ്വസ്ഥതയാണെന്നല്ലേ പറഞ്ഞു. എന്നാ കാരണം? അയ്യോ എൻ്റെ അച്ഛാ ഭയങ്കര അസ്വസ്ഥത. കാരണം ലോൺ എടുക്കാതെ ബിസിനസ് നടക്കുകയല്ല. ലോൺ എടുക്കുമ്പോൾ തൊട്ട് ഇവിടെ ബ്രാക്ക് തുടങ്ങും, മുട്ടൻ ബഹളമാണ്. ഞാൻ പറഞ്ഞത്, ഇത് ഈ പറഞ്ഞ ആളാരാ? നിൻ്റെ ഭാര്യ, നിന്നേക്കാളും ക്വാളിഫൈഡ്, വിദ്യാഭ്യാസം തന്നെ ആൾ. നിൻ്റെ മക്കൾ രണ്ടെണ്ണം സ്കൂളിൽ പോയി കഴിക്കുമ്പോൾ അവൾക്കൊരു പണിയില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അവൾ ആ ഉത്കണ്ഠ കൊണ്ട് ഇങ്ങനെ തലയ്ക്കകത്ത് തോന്നിയ ചിന്തകളൊക്കെ വരുമ്പം ഭയം ഉണ്ടാകും. ഒരു കാര്യം ചെയ്യും, നീ ഇരിക്കുന്ന കസേരയും മേശയുണ്ടല്ലോ, അപ്പുറത്തേക്ക് ഒരു മേശയും കസേരയും ഇട്ടിട്ട് അവളെ അവിടെ കൊണ്ട് ഇരുത്ത്. ആ യൂണിറ്റ് മാനേജറായിട്ട് അവളെ വെക്ക്. അവൾ ബിസിനസ് നടത്തിട്ട് നിനക്ക് മറ്റു കാര്യങ്ങൾ നോക്ക്. അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നീട് കൊലക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛ ഇപ്പോൾ അവളാ ലോൺ എടുക്കും, എല്ലാ പ്രശ്നവും തീർന്നെന്ന്. ഇപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പ്രഭാഷകന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കണം. വീണ്ടും പറയാം, ഉത്കണ്ഠ ഉറക്കത്തെ അതായത് തകിടം മറിക്കുകയും കഠിന രോഗം നമ്മുടെ നിദ്രയെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന പ്രഭാഷകൻ പറയുന്നു. വാസ്തവത്തിലല്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, കണക്ക് പത്തും അവിടെ കടയിൽ വെച്ചിട്ട് തിരിച്ചു വന്ന് അപ്പനായിട്ട് തിരിച്ചു വന്ന് അവിടെ വന്ന ഭാര്യയുടെ മക്കളുടെ കൂടെ ഇരുന്ന് നല്ല തമാശകളൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പള്ളിക്കൂടത്ത് ടീച്ചർ എന്നാ പറഞ്ഞത് ചോദിച്ചു. ആ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുക അപ്പൻ്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി. സ്കൂളിൽ വലിയ കാര്യമായിട്ട് എന്തോ സമ്മാനം കിട്ടി. അത് അമ്മയോട് പറഞ്ഞാൽ പോരാ, അത് അപ്പനോട് പറഞ്ഞാൽ തൃപ്തിയുള്ളൂ. അപ്പനെ ഇവിടെ കേൾക്കാൻ നേരം വന്ന ഉടനെ കിട്ടുന്ന വെട്ടി വിഴുങ്ങിയതിനെ കണക്ക് മുറി പോയിരിക്കുക, ചെയ്യാൻ പാടില്ല. അവിടെ വന്ന് നീ അവിടെ അപ്പനായിട്ട് വന്നിരുന്നു ഈ കുഞ്ഞുങ്ങളെ അടുത്തിരുന്നുണ്ട് അവരുടെ വിഷയങ്ങൾ കേട്ട് അവരെ മടിയിൽ കയറ്റി വെച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ അപ്പനോട് പറയാനുണ്ട്. അവരുടെ വലിയ കാര്യങ്ങളാണ്. അത് കേൾക്കാൻ നീ മനസ്സ് കൊടുത്തില്ലെങ്കിൽ നീ മക്കളെ നഷ്ടപ്പെടുത്തുകയാണ്. ബന്ധമില്ലാതായി മക്കൾ പിന്നെ മറ്റ് ബന്ധങ്ങളിലേക്ക് പോയിട്ട് ആരെ പഴിക്കേണ്ടി? പിന്നെ ഈ സമ്പത്തുണ്ടാക്കി ആർക്ക് വേണ്ടിയും? വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തനിയൻ പണം കുന്നുകൂടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങൾ വിടുന്നു. തനിയന്മാർ സ്വഭാവമായി പറഞ്ഞു പോന്നേ, പണം കുന്നുകൂടുന്നു. എന്നിട്ട് എന്നാ ചെയ്യുന്ന എല്ലാ വീക്കെൻഡിലും കൂടെ 2-3 പേരുടെ കമ്പനി കൂടിയിട്ട് ആ ആഴ്ചയ്ക്കിട്ട് സമ്പത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ പൊട്ടിച്ച് കളയുന്നു. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി. ശരിയാണോ എന്ന് അന്വേഷിച്ച് നോക്കണേ. ഈ ധനം കുന്നുകൂടുമ്പോഴേ അത് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുകയും ഉത്തരവാദിത്തപൂർണ്ണമായി കുടുംബജീവിതം നയിക്കുകയും ചെയ്യേണ്ടവനാണ് ആ വീക്കെൻഡുകളിൽ പോയി ഭാര്യയെ മാറ്റി നിർത്തി മക്കളെയും മാറ്റി നിർത്തിയിട്ട് കൂട്ടുകാരോട് കൂടിയിട്ട് രാത്രി അന്തിയോളം മുഴുവൻ ഈ കന്ന പണം മുഴുവൻ തട്ടിച്ച് പൊട്ടിച്ച് കളയുക. എന്നിട്ട് തിരിച്ച് വന്നിട്ട് സമാധാനമില്ല കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ മാറ്റിയെടുക്കണം എന്ന് തോന്നുന്ന കാലത്ത് ഇപ്പം ദരിദ്രൻ എന്നെ അധ്വാനിക്കുന്ന ഉപജീവനത്തിന് വേണ്ടിയാണ്. അവന് വിശ്രമിച്ചാൽ അവന് പിന്നെ ഒന്നും ദാരിദ്ര്യം തന്നെ മിച്ചം വരുന്നുണ്ട്. ദരിദ്രനെ സംബന്ധിച്ച് എന്താ, അവനിങ്ങനെ ഇതിനൊന്നും സുഖഭോഗങ്ങളൊന്നും സമയമില്ല. അവന് ഒരു ദിവസം ജോലി ചെയ്തില്ല വീട് കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ കാര്യം എങ്ങനെയാണ്? പ്രഭാഷണം പറയാണ്, സ്വർണത്തെ സ്നേഹിക്കുന്നവരെ നീതീകരണം ഇല്ല. സ്വർണത്തെ സ്നേഹിക്കുന്നത് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. അതിൽ ആക്രാന്തം എന്ന് പറയുന്നത് മതി. കെട്ടിയിട്ടിരിക്കുന്ന കരുത്തിലിട്ടിരിക്കുന്ന സ്വർണം എല്ലാ വർഷവും പുതുക്കി പണിയുന്ന കുടുംബിനികളുണ്ട്. വല്ല കാര്യമുള്ളതാണോ? അത് എഴുന്നള്ളിച്ച് കൊണ്ട് വന്നിട്ട് അവസാനം കള്ളൻ്റെ പിടിയിൽപ്പെട്ട് കഴുത്തൂടെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം പ്രദർശിപ്പിച്ച് കൊണ്ടു നടക്കാനുള്ള നല്ലത്. അത് നമുക്കൊരു ഉരുപ്പടിയായിട്ട് ഭാവി ഗ്യാരണ്ടി ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന അവസാനം കഴുത്തും കാണില്ല. പിന്നെ ചില ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ അത് വീണ്ടും ഒന്ന് പുതുക്കാൻ കൊടുത്തതിന് ശേഷം വീണ്ടും അത് പുതുക്കിപ്പണിതതിന് ശേഷം പിന്നെ കുറേ ലക്ഷം കൂടി അതിനായിട്ട് ചിലവഴിക്കുക, ഫാഷൻ മാറ്റിയെടുക്കുക. ഇതൊക്കെ നമ്മൾ ആർഭാടങ്ങളുടെ കാര്യങ്ങളിൽ വലിയ നിയന്ത്രണം നോമ്പ് കാലത്ത് നമ്മൾ ഏർപ്പെടേണ്ടതല്ലേ. അതുകൊണ്ട് സ്വർണ്ണ നിമിത്തം പലരും അങ്ങ് കണ്ടുമാനം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ നാശം നമ്മൾ മുഖാഭിമുഖം കാണണം. അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റി വയ്ക്കരുത്. അത് കെണിയാണ്. പോഷന്മാർ അതിൽ വീഴും. അതായത് സ്വർണത്തിൻ്റെ ആക്രാന്തം ഒരു കെണിയാണ്, അതിൽ വീഴും എന്ന് പറയുന്ന പ്രവാചകനായി പറയുന്ന 31 അധ്യായത്തിൽ കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. സ്വർണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുതലാണ്. അതൊരു ഗ്യാരണ്ടിയാണ്, അത് ഉറപ്പാണ്, നല്ലതാണ്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർഭാടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് രാജ്യത്തിനും അങ്ങനെ തന്നെയല്ലേ. രാജ്യത്തിൻ്റെ മുതലെന്താണ് ഇരിക്കുന്നത്? വാസ്തവത്തിൽ പണത്തിൻ്റെ വില എന്നത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്വർണ്ണമാണ്. ഒരു കാലത്ത് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയാകുന്ന കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ രാജ്യം പോയി.
അതിഭയങ്കരമായി തകർന്നുപോയി. ആ തകർന്നുപോയ ഘട്ടങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വച്ചിരിക്കുന്ന നമ്മുടെ നിശ്ചയമായ സ്വർണം കൊണ്ട് വിറ്റു ജപ്പാൻകാർക്കൊക്കെ. എന്നിട്ട് നേരെ നിന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രതിഭ പ്രധാനമന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് എന്തെല്ലാം പൊക്കിയും താത്തും പറഞ്ഞാലും ശരി ഈ രാജ്യം നിലയിലെത്തുമായിരുന്നില്ല. അത്രയധികം സാമ്പത്തിക അച്ചടക്കവും അനാത്ത ബോധ്യവുമുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം വളരെ കൃത്യമായി ബോധ്യമുള്ള നരസിംഹറാവുവും അതിൻ്റെ കൂടെ ഈ മൻമോഹൻ സിംഗ് വന്നത് കൊണ്ടാണ് ഈ രാജ്യം ഈ നിലയിൽ എത്തിയതെന്ന് കണ്ണടച്ച് ആരോടും പറഞ്ഞോളൂ, ആരോടും പറഞ്ഞു തെളിയിക്കാൻ നമുക്ക് സാധിക്കും. കണ്ണടച്ച് പറഞ്ഞോളൂ. ആ ഭയങ്കരമായ തകർച്ചയുടെ വക്കിലിനെ രാജ്യത്തെ രക്ഷിച്ചത് ഈ രണ്ടുപേരാണ്. അതായത് നരസിംഹറാവും അതുപോലെ തന്നെ ഭയങ്കരമായ സാമ്പത്തിക വിദഗ്ധന്മാരായ ബ്രിട്ടീഷ് രാജ്യം പോലും കൺസൾട്ടേഷൻ വിളിച്ചിരുന്ന മൻമോഹൻ സിംഗിനെയാണ്. അവർ കൊണ്ടുവന്ന അച്ചടക്കമാണ് രാജ്യത്തെ ഇങ്ങനെ ഈ നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതെല്ലാം തമസ്കരിച്ചിട്ട് അതും ഇതൊക്കെ പറയുമ്പോൾ ചരിത്രം എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കുറ്റമറ്റവനായിട്ട് സ്വർണ്ണത്തൊക്കെ കാര്യം അങ്ങനെയുള്ളവർ അവൻ ആരുണ്ട് അങ്ങനെയുള്ളവരെ ചോദിക്കുക. അവൻ അനുഗ്രഹീതനാണ്, അവനെ അനുഗ്രഹം എന്ന് വിളിക്കും. ഈ വിധം പരീക്ഷയ്ക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്, അവൻ അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെയാണ്. അതുകൊണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്ന് പറഞ്ഞ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം ഇന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് ധ്യാനിക്കാനിരിക്കുന്നത് ഒരേ സമയത്ത് പുണ്യവാളനാകാനും അതേ സമയത്ത് സമ്പന്നനാകാനും ഒരു വ്യക്തിക്ക് കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കണം. ഒരേ സമയത്ത് തന്നെ സമ്പന്നനായി നിക്കോദോമസ് സമ്പന്നനായി, സക്കേവൂസ് സമ്പന്നനായി, ഒരു സമയം സമ്പന്നനാകാൻ അതൊന്ന് പുണ്യവാളനാകാൻ കഴിയും. അതുകൊണ്ട് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒട്ടകം സൂചിക്കളെ കിടക്കുന്നതിന് തുല്യമാണെന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കാരണം ദൈവബോധമില്ലാതെ സഹോദരബോധമില്ലാതെ ജീവിക്കുന്ന ധനവാനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്നത് അപകടകരമായ സംഗതിയാണെന്ന കാര്യം നോമ്പ് കാലത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോട് ചേർന്നാണ് തിമോത്തിക്ക് ലേഖനം വരുന്നത്. ഇപ്പം മനോഹരമായ ദ്രവ്യാഗ്രഹമാണ് സർവ്വ പാപത്തിൻ്റെയും മൂലം എന്ന് പറയുന്ന തിരുവചന ഭാഗം കടന്നു വരുന്ന അവിടെയാണ്. എത്ര ഭംഗിയാണ്. അപ്പോൾ അവയിൽ ആരെങ്കിലും ഇവയിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിയോടും ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവർ അഹങ്കാരി അജ്ഞരുമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? തിമോത്തി ഇങ്ങനെ പറയാൻ കാരണം പ്രധാനമായിട്ടുള്ള സംഗതി ആ അദ്ദേഹത്തിൻ്റെ സഭയിൽ കുറേ വ്യാജപ്രബോധകർ കടന്നു വന്നു. വ്യാജപ്രബോധകർ കടന്നു വന്നുകൊണ്ട് അപ്പസ്തോലൻ പഠിപ്പിച്ച് വിരുദ്ധമായിട്ട് പഠിപ്പിച്ചപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഈ ലേഖനത്തിലൂടെ, തിമോത്തിക്ക് ലേഖനത്തിലൂടെ. അപ്പോൾ വളരെ കൃത്യമായ ആ സഭയിലുണ്ടായിരുന്ന വലിയ ചലനങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഭക്തി ധനലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായി. ഇവിടെ ഉണ്ടുള്ളത് ഇതല്ലേ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ എന്നാ കാണുന്ന പണം ഉണ്ടാക്കാൻ വേണ്ടി കരിസ്മാറ്റിക് പ്രേസിനെ വിളിക്കുക. എന്തിനാ? ആ കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ വലിയ ലാഭം ഉണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. വചനപ്രഘോഷമായിരിക്കേണ്ടതല്ലേ ലക്ഷ്യം. മനുഷ്യൻ്റെ ആധ്യാത്മിക വളർച്ചയായിരിക്കേണ്ടതല്ലേ ലക്ഷ്യം. അതതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അധ്വാനിക്കുന്നത്. അതിന് പകരം നിയതമായിട്ട് നടന്നുകൊണ്ടിരുന്ന വചനപ്രഘോഷം നിർത്തിയിട്ട് സിദ്ധന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് ഏതാണ്ടെല്ലാം നാടകം നടത്തിയിട്ട് പണം സമ്പാദിക്കാമെന്ന് വിചാരിക്കണമെങ്കിൽ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം നമ്മൾ അറിഞ്ഞത്. സഭയിൽ വന്നുകൂടിയിരിക്കുന്ന മൂല്യച്യുതയിൽ ഒന്ന് ഇത് തന്നെയാണ്. സഭയാൾ വിമർശിക്കുമ്പോൾ ഒരു വിമർശനത്തെയൊന്നും നമ്മൾ തള്ളിക്കളയണ്ട. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, കുറ്റങ്ങളുണ്ട്, അത് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. ആ കുറ്റങ്ങളെ തിരുത്താനാണ് എന്ന് വിചാരിച്ച മുഴുവൻ കുറ്റമാണെന്ന് ആരും പറഞ്ഞ് നമ്മൾ സമ്മതിക്കേണ്ട കാര്യം. സഭയിൽ നന്മയുണ്ട്, ആ നന്മയുടെ ഇടയ്ക്ക് ഇതുപോലെ കറുപ്പ് പൊട്ടുകളുണ്ട്, അത് മായ്ച്ചുകൾ നമ്മൾ തയ്യാറാകേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് പറയില്ലേ, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ വളച്ചൊടിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ് ഇങ്ങനെ ഉള്ള ആൾക്കാർ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗത്തെ ആയിട്ട് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമാണ്. കണ്ടില്ലേ? അത്ര അന്ന് ഇത് ഇന്നലെ എഴുതിയ പോലെ നമുക്ക് തോന്നില്ലേ? ഇതാണ് ദൈവദർശനം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിവേശനം എന്ന് പറയും. അപ്പോൾ അന്ന് എഴുതിയത് തിമോത്തിക്ക് എഴുതിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയുന്ന പോലെ തോന്നില്ലേ? യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മീയ രംഗങ്ങളിലും വചനപ്രഘോഷ രംഗങ്ങളിലും ധ്യാന രംഗങ്ങളിലൊക്കെ പോലും ഈ ധ്യാനം ക്രമീകരിക്കുന്നു. എന്തർത്ഥത്തിലാണ് ക്രമീകരിക്കുന്നു? വലിയൊരു പരിപാടി നടത്തി വിജയിപ്പിച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് വിടാനാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോട്ടെ. പക്ഷേ നടത്തുന്നവരുടെ നിയോഗം എന്തായിരിക്കേണ്ടതാണ്? നടത്തുന്നവരുടെ നിയോഗം ഈ വന്നുകൂടുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ദൈവവചനം പ്രതിഷ്ഠിക്കപ്പെടണം.
അവിടെ അവർക്ക് മനോഭാവ മാറ്റമുണ്ടാകണം. അവിടെ മാനസാന്തരം പരിവർത്തനം വരണം. കർത്താവ് കൊണ്ട് തന്നോളും ആവശ്യമുള്ള പണം കാര്യങ്ങൾ നടത്താനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം, അല്ല പണത്തിൽ ആശ്രയിക്കണം എന്നുള്ള കാര്യം നമ്മളെ അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദൈവഭക്തി വലിയൊരു നേട്ടമായിരിക്കും. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. എന്തോ ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും പോകാൻ നേരത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ചില വലിയ ആൾക്കാർ ആക്രാന്തപ്പെട്ട് സമ്പന്നം ഉണ്ടാക്കിയവരുടെ അവസാനം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ല, ആ മനുഷ്യൻ എൻ്റെ ഒരു കഷ്ടപ്പെട്ട് എന്ത് പ്രയോജനം, ഒന്നുമില്ല, തിരിച്ച് വല്ല ഉപകാരം ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ആ ആളുകൾ ഓർത്തിരിക്കില്ലേ? ആ ചുറ്റുപാട് എന്തുമാത്രം പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുണ്ടായിരുന്നു. ഒരു ചെറിയ കൈത്താങ്ങൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവരത് ഓർത്തിരിക്കില്ലേ? സമ്പന്നരായ മനുഷ്യരെ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? കയ്യിൽ പണം വരുമ്പോൾ അത് അവിടെ നിൽക്കില്ല, ഒഴുകിപ്പോവും എന്ന കാര്യം ഓർക്കേണ്ട. അത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലോ ആ നന്മ മാത്രം നിലനിൽക്കും. നീ പോയി കഴിയുമ്പോൾ നിന്നെക്കുറിച്ച് പറയാനുള്ളത് അത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നീ കമ്പത്ത് കൂട്ടി വയ്ക്കുന്നതൊക്കെ മക്കൾ നശിപ്പിക്കും, അതിലൊന്നും മെച്ചമുണ്ടാവുകയില്ല. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും ചെന്ന് വീഴുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളെയും അടിസ്ഥാന കാരണം. ഇതൊരു വളരെ കീ പോയിൻ്റാണ്. തിമോത്തിയുടെ ലേഖനത്തിൽ അപ്പോസ്തലന് 6-ാം അധ്യായത്തിൻ്റെ 3-10 വാക്യങ്ങൾ ഇടയ്ക്ക് പറയുന്നത് ഇതാണ്: ധനം ഇത് തന്നെയാണ് മനുഷ്യൻ്റെ മോഹമാണ് ഈ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുന്നു, ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നെന്ന് പറയുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇത് എഫേസു സഭയിലൂടെയാണ് പറയുന്നത് ഓർക്കണം. നല്ല വലിയ സഭയാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ 7 സഭകളിൽ ഏറ്റവും സെൻട്രൽ ചർച്ചാണിത്. ആ വലിയ സഭയോടായി പറയുന്നത് ഓർക്കണം. അതിൻ്റെ മെത്രാനാണ് ഈ പറയുന്നത് തിമോത്തിയോസ്, അദ്ദേഹത്താണ് ഇത് പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ സഭയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള തെറ്റായ വ്യാജ പ്രബോധകരുണ്ടായിക്കൊണ്ടിരിക്കണം. അതിൻ്റെ വിശ്വാസത്തിന് വൈകല്യമുണ്ടായി, വിശ്വാസം വിറ്റ് കച്ചവടം നടത്തുന്ന രീതി. നമ്മളെ ചിലർ കച്ചവടക്കാരെന്ന് വിളിക്കുന്നില്ലേ? വിളിക്കുന്നിടത്തോളം കാര്യമൊന്നുമില്ല. ഇതിൽ വിളിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോയെന്ന് അന്വേഷിക്കേണ്ടതാണ്. നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു? തമ്പുരാന് സുവിശേഷം പ്രഘോഷിക്കാൻ മനുഷ്യൻ വളരും, അവന് വിദ്യാഭ്യാസം കൊടുക്കും, അവന് രോഗങ്ങളിൽ നമുക്ക് അനുകമ്പയുണ്ടാകും, അപ്പോൾ നമ്മൾ ആശുപത്രി ഉണ്ടാക്കും, അപ്പോൾ ആളുകളെ ശുശ്രൂഷിക്കും. ഇതൊക്കെ പിന്നീട് ഈ കാലഘട്ടം ആദ്യഘട്ടങ്ങളിലൊക്കെ കാര്യം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഇതെല്ലാം കച്ചവടമാണ് എന്ന്. വിലപ്പിടിപ്പുള്ള യന്ത്രം മേടിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പണം മുടക്കണ്ടേ? അത് മുടക്കണം. അത് തിരിച്ചു വരുന്നത് എങ്ങനെ? അത് ബില്ലിൽ വരും. അതിനകത്താരും തെറ്റ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതേസമയം നമ്മൾ ലക്ഷ്യം അതാണോ? ഇത് ലാഭം ഉണ്ടാക്കി പോകാൻ ഇവിടെ നിന്ന് പാവങ്ങൾ കരുണയില്ലാതെ പെരുമാറുന്നതെങ്കിൽ തമ്പുരാൻ ചോദിക്കും. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകേണ്ടത് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനല്ല, നിലനിർത്താനല്ല, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടാനല്ല, തമ്പുരാൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. അതേ സ്ഥാപനങ്ങൾ വാസ്തവത്തിൽ ഈ രാജ്യം വളർന്നത് അങ്ങനെ. എന്ത് നന്മ എന്തുമാത്രമായി വടക്കേ ഇന്ത്യയിലൊക്കെ നമുക്ക് എന്തുമാത്രമായി ഈ പറയുന്ന പ്രഗത്ഭന്മാരെല്ലാം പഠിച്ചു പോയത് ഇവിടെ നിന്നാണ്. കത്തോലിക്ക സഭയുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്നുള്ള ആരാ അറിയാൻ പാടില്ലാത്ത, ആരാ പറയില്ലാത്ത വലിയ പ്രഗത്ഭ ആൾക്കാർ, എന്തെല്ലാം വലിയ വലിയ അഡ്വാനി തൊട്ടുള്ള എത്രയോ വലിയ ആൾക്കാർക്ക് പഠിച്ചത് എവിടെയാണ്? സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരതിനകത്ത് മെയിൻ ആൾക്കാരൊക്കെ. അതുപോലെ ഈ ഹോസ്പിറ്റലുകൾ എന്തുമാത്രമുണ്ട് ചിലവഴിച്ച് ഈ കത്തോലിക്ക സഭ രൂപീകരിച്ച് എന്നേരിയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചതിന് ഇപ്പോൾ അതെല്ലാം കച്ചവടമാണെന്ന് പറയാൻ ശരിയാണ്. ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളും അതിന് വേണ്ടതായ യന്ത്രസാമഗ്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഉണ്ടാകണമെങ്കിൽ പണം മുടക്കണം. ആ പണം മുടക്കുന്ന അനുസൃതമായിട്ടുള്ള ബില്ലുണ്ടാവും. അതേ സമയത്ത് അവിടെ വരുന്ന ആ രോഗികളോട് അനുകമ്പയോടുകൂടി പെരുമാറുകയും നല്ല ശുശ്രൂഷ കൊടുക്കുകയും അതിനനുസരിച്ച് അവരെ പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിർത്തുമെങ്കിൽ മാത്രമേ നമ്മുടെ സുവിശേഷ പ്രഘോഷണം അർത്ഥവത്താവുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷ ധനസമ്പാദനത്തിന് എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കും. ഈ വിമർശനം ഉയരുന്നുണ്ട്. വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ നമ്മൾ പോകാൻ പാടില്ല. വിമർശിക്കുന്നതിൻ്റെ വിമർശനത്തിൻ്റെ വസ്തു, അതിൻ്റെ കണ്ടൻറ്റ് അത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആർത്തി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു കുറ്റം അവൻ്റെ മേൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലായിരുന്നു എന്ന് അഗ്രിപ്പ രാജാവ് സാവൂളിനെ കുറിച്ച് പറയും. അഗ്രിപ്പ രാജാവേ 25-ാം അധ്യായത്തിൽ, അതായത് 25-ാം അധ്യായത്തിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തി അപ്പസ്തോലനെ കൊണ്ട് ഇപ്പം തന്നെ കഴുത്ത് വെട്ടിക്കളയാന്നുള്ള മട്ടിലേക്ക് കൊണ്ട് നടത്തിയ അഗ്രിപ്പ രാജാവെല്ലാം കേട്ടേ പറയും, ആരോപിക്കുന്നതോളം കുറ്റമൊന്നും ഞാൻ അവനിൽ കണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് ആരോപിക്കുന്ന കുറ്റങ്ങൾ ഒത്തിരി ഉണ്ടാകും. തിന്മയുടെ ശക്തിയുടെ ഭാഗങ്ങളിൽ നിന്ന്
പക്ഷേ ആ കുറ്റങ്ങൾ നമ്മൾ കാണണമെന്നില്ലെങ്കിലും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളുടെ എന്തെങ്കിലും ലാഞ്ചനം ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകേണ്ടതാണ്. അതുകൊണ്ട് വ്യാജ പ്രവാചകന്മാരുടെ അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ചൈതന്യത്തെ നിഷേധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ചൈതന്യത്തെ നിഷേധിക്കും. ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലരും പാപം ചെയ്ത് കൂട്ടിയവരുമായ വിഷയാശക്തിയാൽ നയിക്കപ്പെടുന്നതുമായ സ്ത്രീകളെ അവിടുന്ന് വശപ്പെടുത്തുന്നത്. അപ്പോസ്തലൻ എത്ര പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞിരിക്കുന്നു. അതായത് അന്ന് ചെറുപ്പക്കാരെ വിധവകളെക്കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെയുള്ള ആൾക്കാരെന്ത് ചെയ്ത് ഒരു വീടുകളിൽ നുഴഞ്ഞു കയറിയിട്ട് പാപം ചെയ്ത് കൂട്ടുകാരും വിഷയാക്തികളെ നയിക്കുന്നവരായ സ്ത്രീകളെ വശപ്പെടുത്തുമെന്ന് പറഞ്ഞു വെച്ചിരിക്കും. നോക്കണേ, ഇന്ന് നമ്മൾ ഇതുപോലെ ഇന്നത്തെ ഈ പറയുന്ന ഡിജിറ്റൽ കാലയളവുകളിലും ഇപ്പോൾ എന്തും വേണേൽ പറയാമല്ലോ, യൂട്യൂബിലൂടെ ഓരോ സ്ത്രീകളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. നമ്മൾ കൈ വെച്ച് പോകും, അത് അറിയാതെ കുനിഞ്ഞു പോകും. എന്തൊരു പച്ചയായി ചീത്ത പറഞ്ഞ് ഒരു മടിയില്ലാതെ ഏത് തരത്തിലുള്ള ജീവിതം നയിക്കാതെ ഒരു മടിയില്ലാത്തതിലേക്ക് വെളിച്ചത്ത് വരിക ഇന്ന്. എന്നാൽ അന്ന് ഇത് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്ന അലസര അപവാദങ്ങൾ പ്രചരിപ്പിച്ച് മറ്റുള്ള കാര്യത്തിലൊക്കെ തലയിട്ടുമൊക്കെ നടക്കുന്ന അനുചിതമായ സംസാരത്തിൽ മുടിയിൽ നടക്കുന്നവരെ പോലെ ആകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ടിരിക്കണം. അതുകൊണ്ട് ജീവിതത്തിനാകെയുള്ള മാറ്റം വരേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുക. ഇപ്പം എന്നിട്ട് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നതാണ് സാത്താൻ്റെ കെണിയിൽ ചെന്ന് പെടരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ പറഞ്ഞ അതുപോലെ തന്നെയാണ് സുവിശേഷകന്മാർ പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ കൃത്യമായിട്ട് ഈശോ പറയുന്നു, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. തിന്മയിലൊക്കെ വഴി വിശാലമേറിയതാണ്. അത് അത്ര ഇപ്പോൾ കർത്താവ് പറഞ്ഞു തന്നെ അപ്പോസ്തലൻ പ്രാക്ടിക്കൽ എന്താണെന്ന് കൊടുക്കുക. നമുക്ക് വേദപുസ്തക ഭാഗത്തിന് 2 വശങ്ങളുണ്ടെന്ന് ഓർക്കണം. ഒന്ന് ഈശോ നേരിട്ട് പറഞ്ഞ ഭാഗങ്ങൾ, ഡോഗ്മാറ്റിക് എന്ന് പറയാം, ഡോഗ്മാറ്റിക്. രണ്ടാമത്തത് പാസ്റ്ററലായിട്ടുള്ള അജപാലക നിർദ്ദേശങ്ങൾ, അതിന് പരനൈറ്റിക് എന്നതാണ് നിർദ്ദേശങ്ങൾ പറയും. അപ്പോസ്തലൻ പറയുന്ന നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് വഴിനടത്തലിൻ്റെ അജപാലക നിർദ്ദേശങ്ങളാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, സൈമണി എന്ന വാക്ക് എങ്ങനെയുണ്ടായ? സൈമണി, അതായത് കൈക്കൂലി. ആ വാക്കുണ്ടായ എങ്ങനെ? സിമിയോൻ എന്ന വാക്കിൽ നിന്നാണ് സൈമണി ഉണ്ടായത്. സൈമോൻ എന്താ പരിശുദ്ധാത്മാവിനെ അപ്പം നൽകുന്നത് ഇയാൾ കൊണ്ട് കാശ് കൊടുത്ത അപ്പോസ്തലന്മാർ. എന്നിട്ട് പറഞ്ഞു, ഞാനും കൈവച്ച് കഴിയുമ്പോൾ ഈ ശക്തി ഉണ്ടാകാൻ വേണ്ടി എനിക്ക് ഈ ശക്തി വിശേഷം തരണമെന്ന് പറയാം. പണം കൊടുത്തു, കൈക്കൂലി കൊടുത്തിട്ട് അവന് നിൻ്റെ വെള്ളിത്തിട്ടോടുകൂടി നീ നശിക്കട്ടെ എന്ന പത്രോസ്ലീഹ പറഞ്ഞത്. ഇതിനാ സൈമണി എന്ന് പറയും. നമ്മൾ ഈ വചനം പ്രഘോഷണത്തിന് വേണ്ടി ആളെ വിളിക്കുമ്പോഴും ആളെ കൂട്ടുമ്പോഴും ഒക്കെ ഈ സൈമണി എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ പണം വാരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ഇരുവോറ് തന്നെ വന്നു പോയിക്കും, നാശത്തിലേക്ക് പോകുമെന്ന കാര്യം നാം ഓർക്കണം. ഫിലിപ്പിയാക്കളുടെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ 3-ാം അധ്യായം 19 അവരുടെ ഉദരം ആണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. ഇതാ മറ്റൊന്നുമില്ല, ഇവരുടെയൊക്കെ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞാൽ, ഉദരം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളാണ് ദൈവം. അതുപോലെ തന്നെയാണ് തെസ്സലോനിക്കക്കാർക്കുള്ള 5-ാം അധ്യായം 3-ാം വാക്യം, ആ ദിവസം കള്ളനെപ്പോലെ വരും. നീ ഇങ്ങനെയൊക്കെ നടന്നാലേ ആ ദിവസം കള്ളനെപ്പോലെ വരും. ധനവാനായ ആൾ പറഞ്ഞില്ലേ ഒരിക്കൽ, അയ്യോ ഞാൻ ഇതുപോലെ ഭയങ്കര വിളവുള്ള കാലം ഉണ്ടായിട്ടില്ല, ഞാൻ ഈ നെൽപ്പുരകളെല്ലാം പൊളിച്ചു പണിയും, അവിടെയെല്ലാം ധാന്യങ്ങളോട് ഞാൻ ശേഖരിക്കും, അങ്ങനെ എൻ്റെ ആത്മാവെ നീ സന്തോഷിക്കുക, നിനക്ക് 100 ആണ്ടുകളോളം ജീവിക്കാൻ വക ഇവിടെയുണ്ടെന്ന് പറയും. തമ്പുരാൻ എന്നാ പറയാം, വിട്ടി ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ ആർക്ക് വേണ്ടി ഈ സമ്പത്തുണ്ടാക്കി? ആ ജ്യോതി നമ്മുടെ മനസ്സിൽ മുമ്പിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നതാണ്, അവിടെ വ്യാജപ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും പ്രത്യക്ഷപ്പെട്ടത് ഈശോനെ പറയും. പ്രബോധനങ്ങളിൽ തന്നെ കൃത്യമായി നമുക്ക് വ്യക്തതയുണ്ടായിരിക്കേണ്ടതാണ്. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോസ്പെറിറ്റി ഗോസ്പൽ അല്ല ആവശ്യം. പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് കർത്താവിനെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റിയിട്ട് നിയോഗം വെച്ച് കൊടുക്കുക, അതല്ല. ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴിയാണ് നമ്മുടെ വഴി. നമുക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് തരും, ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കാതെ നമുക്ക് വേണ്ടതെന്ന് അറിയുന്ന അപ്പനാണ് നമ്മുടെ. ജ്യോതിക്ക് നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിന് നിങ്ങൾക്ക് തുറക്കപ്പെടും. വളരെ കൃത്യമായി പറയാം, ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. അപ്പൻ ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുന്നവരുണ്ടോ നിങ്ങളുടെ ഇടയിൽ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അപ്പൻ എന്ന് പറയുന്ന നല്ല അപ്പൻ നിനക്ക് വേണ്ടത് എന്നാന്ന് അറിയത്തില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണേണ്ടത്. അതുകൊണ്ട് ഇത് ചിന്തകളെ സുവിശേഷത്തിൽ മർക്കോസ് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ലൗകികമായ വ്യഗ്രതയും ധനത്തിൻ്റെ ആഗ്രഹത്തെയും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി എന്താ ചെയ്യുന്നത്? വചനത്തെ ഞെരുക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യും. അതെന്തായി പറഞ്ഞേ? താലന്തുകൾ ഉപമ പറഞ്ഞപ്പോഴാണ് പറഞ്ഞേ. അതായത് മുൾച്ചെടിയുടെ ഇടയിൽ വീണ ആ വചനമേ എൻ്റെ ഫലം പ്രവഹിക്കാവുന്നത്. അവിടെ ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ, ലൗകിക ആരോഗ്യവും ധനത്തിൻ്റെ ആഗ്രഹവും കാരണം ഈ മുൾച്ചെടികളെ ഞെരുക്കിക്കൊണ്ട് ഫലമില്ലാണ്ടാക്കി തീർക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്,
താലന്തിന് രൂപയുടെ മർക്കം 4:19 പറയുന്ന പോലെ തന്നെ 10:25 പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഞാൻ സൂചിപ്പിച്ചതാണ് എളുപ്പം ഒട്ടകം സൂചിക്കൊഴുക്കൾ പ്രവേശിക്കുന്നതാണ്. ലൂക്ക വീണ്ടും 1:53 പറയുന്നു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കേട് പറഞ്ഞു. ഏതാര അമ്മ പാടിയതാത് ഹന്നായുടെ കീർത്തനമാതാണ്. മഗ്നിഫിക്കാതെ നമ്മൾ പറയും, വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയുടെ പറഞ്ഞേച്ച അമ്മയുടെ ഗീതമാണത്, നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ മഗ്നിഫിക്കാത്ത 6:24 പറയും, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മർക്കോസ് 6:24 പറയും. പിന്നെ പറയുകയാണ്, ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഭോഷനായ ധനികൻ്റെ കാര്യം നമ്മളിവിടെ അവസാനിപ്പിക്കുക. ആ ചിന്തകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പ്. ധനം അതിൽ തന്നെ തിന്മയൊന്നുമല്ല, ധനവാൻ അതിനകത്ത് പാപിയുമല്ല, അത് വിനിയോഗിക്കുന്ന വിധം ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് പറയുന്നു, ലൂക്ക പറയുന്നുണ്ട്, ധനവാനിൽ ലാസ്യം തമ്മിലുള്ള കൃത്യമായ ഉപമയിലുള്ള കാര്യം അവതരിപ്പിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് തൻ്റെ ധനം എങ്ങനെ വിനിയോഗിക്കുന്നു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് കണ്ടില്ലേ, യാക്കോബ് ശ്ലീഹ 5-ാം 1-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് നിങ്ങൾ നിലവിളിക്കണം. നിങ്ങളുടെ സമ്പത്ത് എന്താ, അത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കണം. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ എന്താ, എന്ത് സമ്പത്താണ്? ആത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത, കൃപയില്ലാത്ത, കരുണയില്ലാത്ത സമ്പത്ത്. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ 3:17-18 എന്തെന്നാൽ ഞാൻ ധനവാനാണ്, അതായത് എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു. ആരോടായി പറയുന്നറിയാവോ? ലാവോദീച്ചയിലെ സഭയിലൂടെ പറയും. ആ സഭയെക്കുറിച്ച് എന്നാ പറഞ്ഞത്, നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ വായന്ന് ഛർദ്ദിച്ച് കളയും, നീ മരവിച്ച് പോയി. നമ്മുടെ സഭയെക്കുറിച്ച് അത് പറയുമോ? ഇപ്പം നിനക്ക് തീക്ഷ്ണതയില്ലെന്നാണ്. നമ്മളൊരു എത്തനിക്ക് മുന്നേറ്റായിട്ട് മാറിയെന്ന്, നമ്മൾ അന്നതിന് കാര്യം നടന്നാൽ മതിയെന്ന്, നമ്മുടെ മക്കളുടെ കാര്യം നടന്നാൽ മതിയെന്ന്, അത് കഴിയുമ്പോൾ നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് ആ സഭയോട് പറയുകയാണ്. നീ ചൂടും തണുപ്പുമില്ലാത്തതുകൊണ്ട് നിന്നെ ഞാൻ വായിൽ നിന്ന് ഛർദ്ദിച്ച് കളയെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, നീ ധനമുണ്ടെന്ന് നിനക്ക് പറയുന്നു. നിനക്ക് ധനമുണ്ട്, സുറിയാനി കത്തോലിക്കന് ധനമുണ്ടെന്ന് നീ പറയുന്നു, പക്ഷേ ഒന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, നീ നികൃഷ്ടനും നീചനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ദൈവസന്നിധിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. അത് നമുക്ക് വീണ്ടും ഈ ഭാഗം അവസാനിപ്പിച്ചിട്ട് സുവിശേഷത്തിലേക്ക് കടക്കാം. എന്താ സുവിശേഷം? സക്കായുടെ സുവിശേഷമാണല്ലോ. കൃത്യമായും നമ്മൾ അധികം വിശദീകരിക്കാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ അതിനകത്ത് പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് പങ്കുവെച്ചാൽ മതി. അതെന്താണ്? അവൻ ധനികനാണ്. എന്നാ ധനികനാണ്? ചുങ്കക്കാരനാണ്. അപ്പോൾ വെറും ധനികനല്ല, മനുഷ്യരുടെ ദൃഷ്ടി പാവിയാണ്. ഏത് പാവിയുടെ ഉള്ളിലെ ഈശോയെ എന്ന് വിളിക്കാനുള്ള പ്രേരണയുണ്ട്. ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. ആരെയും അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ആത്മാവിൻ്റെ നെടുവീർപ്പും വിളിയും എല്ലാം മനുഷ്യരിലും ഉണ്ട്. അത് ചിലർ പോലെ പ്രകടമായിട്ടുണ്ട്. ഇവരിഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി. അതായത് ഇവൻ ആരായത്? റോമാ ചക്രവർത്തിയുടെ ഏജൻ്റാണിവൻ. ഇവിടുന്ന് നികുതി പിരിച്ച് അവിടെ കൊടുക്കാൻ തൊഴിൽ. അപ്പോൾ മാക്സിമം പിരിക്കുന്നതുകൊണ്ട് ജനം മുഴുവൻ എതിരാണ്. അതേ സമയത്ത് ഇവൻ ചുങ്കക്കാരനെതിരെ ഇവൻ പാവിയായിട്ട്, അതുകൊണ്ടാണല്ലോ ചുങ്കക്കാരനും പാവിയും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കഥ തന്നെ അതിനകത്ത് വന്നു വന്നിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവൻ ചുങ്കക്കാരനായിട്ട് ആട്ടി പുറത്താക്കപ്പെട്ടിരിക്കുന്നവനാണ്. പക്ഷേ അവൻ പണക്കാരനാണ്. അവൻ്റെ ഉള്ളിൽ ഈശോ കടന്നു പോകുന്നത് കേട്ടു, അത്രയേ ഉള്ളൂ. ഈശോ കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവന് വലിയ താല്പര്യം ഉണ്ടായി. അവനെ ഒന്ന് കാണണം. നമ്മുടെ ഹൃദയത്തിൽ അത് തോന്നുന്നില്ല? ഈശോ എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ തരിക്കുന്നില്ലേ ഹൃദയം? എല്ലാ ജനതയുടെയും ഹൃദയം തരിക്കും. യേശു നാമം കേൾക്കുമ്പോഴേ തരിക്കും. അത് അതിൽ തന്നെ തരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൻ്റെ 12-ാം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ ഇടയിൽ മറ്റൊരുവനും രക്ഷയില്ല, യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ കാരണം ഈ വാക്ക്, ഈ നാമം ഇത് കേൾക്കുമ്പോഴേ ഹൃദയം ധരിക്കും. അതുകൊണ്ടല്ലേ ഈ പറയുന്ന ആൾക്കാർ ഹമാസിൻ്റെ നേതാവിൻ്റെ മകൾ പറഞ്ഞില്ലേ യേശുവിനെ സ്പർശിച്ചുവെന്ന്. എത്രയോ ആൾക്കാർ വലിയ സിനിമാവരികൾ പറഞ്ഞില്ലേ യേശുവിനെ സ്പർശിച്ചുവെന്ന്. യേശുവിനെ സ്പർശനം ഹൃദയത്തിൻ്റെ ആത്മാർത്ഥ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് കടന്നു വരുന്ന അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു സക്കേഴ്സ് എന്ന് പറയുന്നയാൾ. പൊക്കം കുറവാണ്, തൻ്റെ എല്ലാം പ്രതിബന്ധങ്ങൾ ഈശോയെ കാണാൻ. അതുകൊണ്ട് സിക്കമോർ മരത്തിൽ കയറി. ഇന്ന് നമ്മൾ ഇസ്രായേൽ ചെല്ലാമെങ്കിൽ നിങ്ങൾ നടന്നുപോയാൽ ആ ജെറിക്കോ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആ കണ്ടെത്ത സ്ഥാനത്ത് തന്നെ അതേ മരം തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ വടവൃക്ഷം പോലെ വളർന്നു നിൽപ്പുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് നോക്കും, ഈ മരത്തിലാണോ സക്കേഴ്സ് കയറിയെന്ന് തോന്നിപ്പോവും. അതുപോലെ അവിടെ ഉണ്ടത്, അതൊന്നും ചെന്ന് കാണാൻ പറ്റും. സിക്കമോർ മരത്തിൽ ചെന്ന് കയറി ഇരുന്നു. പൊക്കം കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ
ആരും ഈശോയോട് പറഞ്ഞു അവനോട് ഇരിപ്പുണ്ടെന്ന്? ആരും പറഞ്ഞില്ല. ശിഷ്യന്മാർ പറഞ്ഞോ? ഇല്ല. ഇങ്ങനെ ഒരുത്തിന് അവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കർത്താവ് നടന്നു നീങ്ങിയപ്പോൾ ഹൃദയവികാരങ്ങൾ അറിയാവുന്നവൻ അതിൻ്റെ കീഴേ നമ്മൾ മുകളിലേക്ക് നോക്കി സക്കയൂസ് വേഗം ഇറങ്ങി വരാൻ പറയും. ഇതാണ് നമ്മുടെ കർത്താവ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ വിഷമങ്ങളും വേദനകളും നമ്മൾ അറിയുന്നതിനെ കൂടുതൽ കർത്താവ് അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അറിയുന്നു. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, നിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഞാനുണ്ടെന്ന്, ഇന്ന് ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പറ്റുന്നതെന്ന് അവൻ അന്താളിച്ച് പോയില്ലേ. പെട്ടെന്ന് ഇറങ്ങി വന്നു, സ്വീകരിച്ചു. അപ്പോൾ ഇവനെ കർത്താവിനെ അവിടെ സ്വീകരിച്ച് കണ്ടപ്പം മറ്റുള്ള മഹാന്മാർ പെറുപെറുത്തു. കാരണം അതെന്താ, അവൻ പാവിയ, അറിയാൻ പാടില്ലേ, പെറുപെറുത്തും. ഉടനെ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദാനം ചെയ്യാൻ പോവാണ്. ഞാൻ പിടിച്ച് പറിച്ചെടുത്തതിന് 4 ഇരട്ടി. നിയമം അങ്ങനെയൊന്നുമില്ല. നിയമം പിടിച്ച് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4ൻ്റെ കൂടെ 1% കൂടെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിയമം അല്ല, 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കാൻ തോന്നിയാൽ. ലേവായുടെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താ തിരിച്ചു കൊടുക്കണം. ഈവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ് ഈ ഭവനം ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഈവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. കർത്താവിൻ്റെ കരുണ കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. കടന്നുപോക്ക് നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിക്കും. ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവുകയാണ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അവിടുന്ന് കടന്നു പോകണം, നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്. ഇപ്പം നിരവധി തവണ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയില്ലേ. നമ്മളെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ ഈശോ കടന്നു പോകുന്നുള്ള കാര്യം? അതുകൊണ്ട് ഓരോരുത്തർ ഓരോ രീതിയിലാണ്. ഇത് വലിയ കോൺട്രാക്ടറാണ്, പക്ഷേ അവന് ഇത് കടന്നുപോയി, അവന് ഫീൽ ചെയ്തു, അത് മനസ്സിലായി. അവൻ തിടുക്കമുണ്ടായി, പെട്ടെന്ന് തിടുക്കത്തിൽ ഇറങ്ങി. നമ്മൾ തിടുക്കം ഈശോയെ സമീപിക്കുന്നതിനകത്ത് അലസത ഉണ്ടാകാൻ പോകില്ല, അലസത പാടില്ല. തിടുക്കത്തിൽ ഇറങ്ങി വന്നു, സന്തോഷം കൊണ്ട് അവൻ മുറ്റി ഹൃദയം നിറഞ്ഞും അവനോട് പശ്ചാത്തപിച്ചു. അല്ല, ശാശ്വതി മുതലും 5-1 തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കും. അപ്പം അതിന് രക്ഷയുണ്ടായി. നമ്മളോട് സമാപിപ്പിക്കാം. നോമ്പിൻ്റെ 2ാം ഞായറാഴ്ചയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോളം മധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ധനത്തോളം നമ്മുടെ ആസക്തി എങ്ങനെയാണ്. അബ്രഹാം എന്നുള്ള കാര്യം കേട്ടില്ലേ, പ്രഭാഷകൻ പറയുന്നത് കേട്ടില്ലേ, തിമോത്തി പറയുന്നത് കേട്ടില്ലേ, ഈശോയും പറയുന്നത് കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ധനമാണ്, ഭൗതിക സമ്പത്താണ് നമ്മളെ രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുവെങ്കിൽ മൗഢ്യമാണ്. അത് വിട്ട് കളഞ്ഞിട്ട് കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് ഈശോയും കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.